പൗരോഹിത്യം മൗലികമാകുന്നത് ജനങ്ങളുടെ കാല് കഴുകാനുള്ള സന്മനസ്സുള്ളപ്പോഴാണ്. നീ മണ്ണുകൊണ്ട് മെനഞ്ഞവനാണ്, പക്ഷെ നിന്റെ കരങ്ങളിലെ ഈ ലോകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ നീ അപ്പമെടുത്ത് വാഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുമ്പോൾ അതിൽ വന്ന് പിറക്കുന്നു. വൈദികൻ മേൽക്കോയ്മ നടത്തുന്ന ഒരു അധികാരത്തിന്റെ മേധാവിത്വമല്ല. കുരിശു ചുമന്ന കർത്താവിനെ താങ്ങിയ ശമയോനെ പോലെയും രക്തം കൊണ്ട് വിയർത്ത മുഖം തുടച്ച വെറോനിക്കായെ പോലെയും കല്ലറ വിട്ടുകൊടുത്ത നിക്കോദേമോസിനെ പോലെയുള്ള സന്മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ പരിധി കൂടാതെ ജനത്തിന് കൊടുക്കാൻ നിനക്ക് കഴിയട്ടെ. ഞാനൊരു വൈദികനായിട്ട് 44 കൊല്ലം കഴിഞ്ഞു. പൊതുവെ ഞാൻ വൈദിക ജീവിതത്തിൽ സന്തുഷ്ടനും വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ പോകുന്ന ഒരാളുമാണ്. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വൈദിക ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് സക്രാരിയുടെ മുൻപിലെ മുട്ടുകുത്തി നിന്ന് കമഴ്ന്ന് കിടന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ജീവിതാനുഭവമുണ്ട്. അതൊരു പക്ഷേ മോൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മോനെ ബലപ്പെടുത്താൻ സഹായിക്കുമെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. ഞങ്ങൾ വടവാതൂർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു കൂട്ടമണി അടിച്ചു. ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെല്ലാം ചാടി പുറത്തിറങ്ങി. ആർക്കും എന്താണ് വിവരമെന്നറിയാൻ പാടില്ല. ഞങ്ങൾ വന്നപ്പോൾ റെക്ടറച്ചൻ പറഞ്ഞു, മദർ തെരേസ കഞ്ഞിക്കുഴിയിൽ അവിടെ മഠം സന്ദർശിക്കാൻ വന്നതാണ്. കോട്ടയത്ത് അവർക്ക് 2 മഠങ്ങളുണ്ട്. അവിടെ വെച്ച് അന്നത്തെ വിജയപുരം മെത്രാനായിരുന്ന കൊർണോലിയസ് ഇലഞ്ഞിക്കൽ പിതാവിനെ കണ്ടപ്പോൾ പിതാവ് പറഞ്ഞു, ഇവിടെ വൈദിക വിദ്യാർത്ഥികൾ 400ഓളം പേര് പഠിക്കുന്ന ഒരു മേജർ സെമിനാരി ഉണ്ട്. മദർ പറഞ്ഞു, എന്നാൽ എനിക്ക് അവരിഷ്ടമാണ്, ഞാനിവിടെ വന്നതല്ലേ, അവരെ ഒന്ന് കണ്ടേക്കാം.